ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. അനാഥനാഥൻ. ഭഗവാൻ ബാബയുടെ ചുറ്റിനും വിദ്യാർത്ഥികൾ ഇരിക്കുന്നു. തികഞ്ഞ നിശബ്ദത. ഭഗവാൻ മെല്ലെ മന്ത്രിച്ചു, സായിഗീത, സായിഗീത. സായിഗീതയുടെ സമാധി കഴിഞ്ഞ് 11ാം ദിനമാണെന്ന്. സായിഗീതയുടെ സ്മരണയിൽ നൊമ്പരം പൂണ്ടു ഭക്തിയും ഭക്തരും. തന്റെ ചുറ്റിനും ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് ഗീതയെക്കുറിച്ച് പറയവേ ഭഗവാന്റെ തൊണ്ടയിടറി. മിഴികൾ സജലങ്ങളായി, അധരങ്ങൾ വിറപൂണ്ടു. വിദ്യാർത്ഥികളുടെ നെഞ്ചു പിടച്ചു. വേണ്ട സ്വാമി എന്ന് പറഞ്ഞ് അവർ സ്വാമിയുടെ സംസാരം തടുക്കാൻ ശ്രമിച്ചു. ഭഗവാൻ അരുളി, ഇത് സന്താപ കണ്ണീരോ വികാരങ്ങളുടെ വേലിയേറ്റമോ അല്ല. വാത്സല്യനിധിയായ പിഞ്ചു കുഞ്ഞിനെ ഓർക്കുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന ഭാവമാണ്. ഈശ്വരന്റെ മാതൃഭാവത്തിന്റെ കാരുണ്യം ചുറ്റിനുമുള്ളവരെ സ്വാധീനിച്ചു. ആർക്കും സംസാരിക്കാനായില്ല. ഏതോ ഒരു ഭാവത്തിൽ അണ്ടുപോയി എല്ലാവരും. അനാഥനാഥൻ. മധുമാലി വനത്തിലെ 1962 വാരിക്കുഴിയിൽ ഒരു ആനക്കുട്ടി വീണു. പൈക്കുട്ടിയോളം വലിപ്പം മാത്രമുള്ള ഒരു ആനക്കുട്ടി. വനപാലകർ അതിനെ കരയ്ക്ക് കയറ്റി. അതിന്റെ തള്ള മരിച്ചുവെന്ന് അവർക്ക് അന്വേഷണത്തിൽ നിന്ന് മനസ്സിലായി. ആനക്കുട്ടി നിരന്തരം കരച്ചിൽ തന്നെ കരച്ചിൽ. ആരോ ഈ വിവരം ഭഗവാൻ ബാബയെ അറിയിച്ചു. ഒന്നും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇങ്ങനെ പോയാൽ ആ ആനക്കുട്ടി ചത്തുപോകും. അത് തീർത്തും അനാഥയാണ് സ്വാമി. ആ വാക്കുകൾ ഈശ്വരന്റെ മാതൃഭാവത്തെ വല്ലാതെ സ്പർശിച്ചു. സായിശ്വരി ഉടൻ അരുളി, ഞാനുള്ളപ്പോൾ അനാഥരായി ആരുമില്ല. ഈശ്വരൻ എല്ലാവർക്കും നാഥനായിട്ടുണ്ട്. അവളെ കൊണ്ടുവരിക, ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. ഭഗവത് വചനങ്ങൾ അമൃതവർഷമായി. ചിറകുമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞിനെ എന്ന പോലെ തള്ളപ്പശുവിനെ നഷ്ടപ്പെട്ട പൈക്കിടാവിനെ പോലെ പിടയുന്ന ഒരു അനാഥ ശിശു. അതിന് കരയാനേ അറിയൂ. രക്ഷയ്ക്ക് ആരെ വിളിക്കണമെന്ന് പോലും അറിയില്ലാത്ത നിസ്സഹായത. ആ കയത്തിൽ നിന്ന് കരയേറ്റാൻ അനാഥനാഥഭാവത്തിന് മാത്രമേ സാധിക്കൂ. ഇനി ഞാൻ നിന്റെ അമ്മ. വനപാലകർ ആനക്കുട്ടിയെ ഭഗവത് സന്നിധിയിൽ എത്തിച്ചു. ആനക്കുട്ടിയെ തന്റെ കാറിൽ കയറ്റി പുട്ടപർത്തിയിലേക്ക് ബാബ യാത്രയായി. ആനക്കുട്ടിക്ക് സായി മാതാവിനോടുള്ള ബന്ധം അവിടെ ആരംഭിക്കുകയായിരുന്നു. യാത്രയിൽ മുഴുവനും പിൻസീറ്റിലിരുന്ന് അവൾ കരഞ്ഞുകൊണ്ടിരുന്നു. അവർ പർത്തിയിലെത്തി. ആനക്കുട്ടി കരച്ചിൽ തന്നെ കരച്ചിൽ. തളർന്നു കരയുന്ന ആനക്കുട്ടിയുടെ പിഞ്ചു തുമ്പിക്കൈ തലോടിക്കൊണ്ട് സായിശ്വരി അരുളി, എന്തിനിങ്ങനെ കരയുന്നു? ഇനി കരയരുത്. ഇനി മുതൽ ഞാനാണ് നിനക്കമ്മ. സന്തോഷമായിരിക്കുക. ആ നിമിഷം ആനക്കുട്ടിയുടെ തേങ്ങൽ അടങ്ങി. പിന്നീട് അവൾ ജീവിതകാലത്തൊരിക്കലും പെറ്റമ്മയെ ഓർത്ത് കരഞ്ഞില്ല. പക്ഷേ കണ്ണീർ പുഴ ഒരുക്കിയിട്ടുണ്ട്. പോറ്റമ്മയുടെ സാമീപ്യം ലഭിക്കാത്തപ്പോഴൊക്കെ സായി മാതാവിനെ ആ കണ്ണീർ പുഴയിൽ അവൾ മുക്കിയിട്ടുമുണ്ട്. കരയുന്ന ആനക്കുട്ടിയെ കണ്ട് ഈശ്വരന്റെ മാതൃഹൃദയം തുടിച്ചു. പാല് കുടിക്കേണ്ട പ്രായം, തനിയെ ഒന്നും കഴിക്കാനാവാത്ത പ്രായം. ജനിച്ചിട്ട് ദിവസങ്ങളേ ആയുള്ളൂ. എങ്ങനെ കൊടുത്ത് ഇതിന്റെ പ്രാണൻ നിലനിർത്തും? തിരുവിരൽ തേനുമായി. ഭഗവാൻ തേൻ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ചൂണ്ടുവിരൽ തേനിൽ മുക്കി ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന ആനക്കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു. പിന്നീട് വാത്സല്യപൂർവ്വം അരുളി, കുടിക്കു ബംഗാരു. അവൾ അന്നാദ്യമായി നുണയാൻ പഠിച്ചു. ജഗദീശ്വരിയുടെ തിരുവിരൽ അവൾക്ക് മാതൃസ്തന്യമായി പ്രേമദുഗ്ധം ചുരത്തി. അവൾ ആ തിരുവിരൽ നുണഞ്ഞു. വീണ്ടും വീണ്ടും വിഭു വിരൽ തേനിൽ മുക്കി അവളെ നുണഞ്ഞു കഴിക്കാൻ പരിശീലിപ്പിച്ചു. അത് ശീലമായപ്പോൾ താമസിയാതെ വിരലിന് പകരം കുപ്പിയിൽ പാൽ നിറച്ച് നിപ്പിളിട്ട് ഗീതയുടെ വായിൽ സായി മാതാവ് വെച്ചു കൊടുത്തു. ആരാധനാപൂർവം തന്റെ അമ്മയെ നോക്കിക്കൊണ്ട് ആ പുത്രി കുപ്പിപ്പാൽ കുടിക്കാൻ തുടങ്ങി. നല്ല കുട്ടി, ഇന്നു മുതൽ നിന്റെ പേര് സായി ഗീത. അങ്ങനെ നാമകരണവും നടന്നു. തറവാട്ടിൽ അമ്മയുടെ മടിത്തട്ടിലെത്തിയ ഭാവമായിരുന്നു അന്നു മുതൽ ഗീതയ്ക്ക്. തികഞ്ഞ സുരക്ഷിതത്വം അവൾ അനുഭവിച്ചു. അതിന്റെ ചുറുചുറുക്കും ആനന്ദവും അവളിൽ തിരതല്ലി. യഥേഷ്ടം ഭഗവത് സന്നിധിയിലും വസതിയിലും ഓടിക്കളിക്കാൻ അവൾക്ക് കഴിഞ്ഞു. സായിശ്വരിയുടെ ഓമനപുത്രിയെ ആരും തടഞ്ഞില്ല. പൈക്കുട്ടിയുടെ വലിപ്പവും ചുറുചുറുക്കുമുള്ള ആനക്കുട്ടി എല്ലാവർക്കും പ്രിയങ്കരിയായി. ഭഗവാന്റെ കിടപ്പുമുറിയുടെ സമീപത്തുള്ള ഒരു വൃക്ഷത്തിന് ചുവട്ടിലായിരുന്നു ഗീതയുടെ രാത്രികാലവും വിശ്രമ സമയവും. ഭഗവാനെ കാണാവുന്ന വിധത്തിൽ അവിടെ പാപ്പാന്മാർ അവളെ വിശ്രമിക്കാൻ വിടും. സ്വാമിയെ കാണാതിരുന്നാൽ അവൾ ആഹ് ആഹ് എന്ന വിധം ശബ്ദം ഉണ്ടാക്കും. ആ ശബ്ദത്തിൽ കലർന്നിരിക്കുന്ന നൊമ്പരച്ചൂട് ശരിക്കും അറിയാവുന്ന സായിശ്വരി ദർശന സ്പർശനാദികൾ സമ്മാനിക്കാൻ പിന്നെ ഒട്ടും അമാന്തിക്കാറുമില്ല. കുസൃതിക്കുരുന്ന്. സായിഗീതയുടെ ബാല്യകാലം സായിശ്വരിയും പത്തിഗ്രാമവും ഭക്തന്മാരും ശരിക്കും ആസ്വദിച്ചു. സ്വാമിയുടെ വിളി കേൾക്കുന്ന നിമിഷം അവൾ പശുക്കുട്ടിയെ പോലെ തുള്ളിച്ചാടി ഓടിയെത്തും. അത്ര വലിപ്പമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. ചങ്ങലയോ വടമോ കയറോ ഒന്നുമേ അവളെ കെട്ടിവരിഞ്ഞില്ല. മോക്ഷദായകന്റെ സന്നിധിയിൽ ഗീത അങ്ങനെ ബന്ധനമറ്റ് കളിച്ചു രസിച്ചു.
മന്ദിരത്തിൽ, ഊണുമുറിയിൽ, അടുക്കളയിൽ, ഭജന ഹാളിൽ, സന്ദർശക മുറിയിൽ, എന്തിന് കുളിമുറിയിൽ പോലും അവൾ സായി മാതാവിനെ പിന്തുടർന്ന് കൊഞ്ചി ചെല്ലുന്നത് കാണാം. ചില ദിവസങ്ങളിൽ ഭഗവാൻ തന്നെ ആഹാരം വാരി ഉരുട്ടി കൊടുക്കും. അരിയും ചക്കരയും ചേർത്ത് വേവിച്ചെടുത്ത ചക്കര പൊങ്കലായിരുന്നു അവൾക്ക് ഏറെ ഇഷ്ടം. ചില ദിവസങ്ങളിൽ ഭഗവാൻ അവൾ പുറകെ വരാനായി മെല്ലെ ഓടും. സ്വാമിക്കൊപ്പം എത്താനായി തടിയും കുമ്പയും കുലുക്കി ചാടിയും ഓടിയും ഗീത കഷ്ടപ്പെടുന്നത് കണ്ട് ഭക്തജനങ്ങൾ എല്ലാം മറന്നു ചിരിക്കും. തന്റെ പുത്രിയുടെ ഓരോ വളർച്ചയും ഘട്ടവും ആ നല്ലമ്മ കണ്ടറിഞ്ഞു. അതിനനുസരിച്ച് അവളെ രൂപപ്പെടുത്തിയെടുക്കാനും തുടങ്ങി. അവൾ അറിയാതെ അവളെ പുതിയ ദിനചര്യയിലേക്ക് ഭഗവാൻ നയിച്ചു. സ്വാമിയുടെ ദിനചര്യക്കൊപ്പം അവളെ രൂപപ്പെടുത്തി ഉയർത്തിയെടുക്കുകയായിരുന്നു വിശ്വശില്പിയായ സായിനാഥൻ. പുലർച്ചെ 3 മണിക്ക് പാപ്പാന്മാരായ മുരളിയും സത്യനാരായണനും ഗീതയെ ഉണർത്തി ചിത്രാവതിയിലേക്ക് പ്രഭാത സ്നാനത്തിന് യാത്രയാകും. ഈ കുളിയും ചിട്ടയും തന്റെ ദിവ്യമാതാവിന്റെ ദർശനത്തിനുള്ള ഒരുക്കങ്ങളാണെന്ന് അറിയാവുന്നത് കൊണ്ട് സായി ഗീതയ്ക്ക് അത്യുത്സാഹമായിരുന്നു. ഭർത്തിയിലെ കൊടുന്തണുപ്പിലും തന്റെ സാധന അവൾ കൈവിടുന്നില്ല. കുളി കഴിഞ്ഞാൽ സായി ഗീത വിഭൂതിയും കുങ്കുമവും അണിയാനായി നിശ്ചലമായി നിന്നുകൊടുക്കും. അംഗങ്ങളിലെല്ലാം ഭസ്മക്കുറി വീണു കഴിഞ്ഞാൽ പിന്നെ വാ പൊളിക്കുകയായി വിഭൂതി കഴിക്കാൻ. മതിയായ അത്രയും വിഭൂതി വായിൽ വീണാലേ വായടയ്ക്കുള്ളൂ. ഇത്രയും കഴിഞ്ഞാൽ ഭഗവത് ദർശനത്തിന് യാത്രയായി. ഭക്തർക്കൊപ്പം ഗീതയും മന്ദിരത്തിന്റെ ചുറ്റും പ്രദക്ഷിണം വെക്കും. അപ്പോഴൊക്കെ എന്തോ ശബ്ദിക്കുന്നത് കേൾക്കാം. അത് ഗീതയുടെ നാമജപം തന്നെ. 3 പ്രദക്ഷിണം കഴിഞ്ഞ് ഗണേശ വിഗ്രഹത്തിന് മുന്നിൽ നമസ്കരിക്കും. അതും കഴിഞ്ഞാൽ സ്ത്രീകളുടെ വശത്ത് വാതിലിന് വെളിയിൽ അക്ഷമയോടെ ഗീത ഭഗവത് ദർശനത്തിനായി കാത്തു നിൽക്കും. ഭഗവാൻ വരാൻ താമസിച്ചാൽ ഗീത വല്ലാതെ അസ്വസ്ഥയാകും. ഭഗവാൻ വരുന്ന ചെറു സൂചനയ്ക്കായി അവൾ തത്രപ്പെടും. ആ ചെറിയ ശരീരം വളയ്ക്കുകയും ആട്ടുകയും ചെയ്യും. വലിയ താമരയില പോലെ വിശാലമായ ചെവികൾ ശക്തിയായി വീശിക്കൊണ്ടുമിരിക്കും. ഭക്തജനങ്ങൾ ഇതുതന്നെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. കാരണം സ്വാമി വരാറായാൽ ആദ്യം അറിയുന്നത് ഗീതയാണ്. ആരും അറിയിക്കാതെ എങ്ങനെ അവൾ സ്വാമിയുടെ വരവ് അറിയുന്നു എന്നത് എല്ലാവർക്കും ആശ്ചര്യം. പക്ഷെ വളരെ ലളിതമായി ഭഗവാൻ അത് ഒരിക്കൽ വിശദീകരിച്ചു. അവളുടെ ഉള്ളിൽ ഞാൻ മാത്രം, അതിനാൽ എന്റെ ചെറുചലനം പോലും അവൾക്കറിയാനാകും. ഗീത അറിയാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് കഴിയില്ല. കണി കാണും നേരം സ്വാമിയുടെ ആഗമന സൂചന കിട്ടിക്കഴിഞ്ഞാൽ ഗീത നൃത്തം ചെയ്യാൻ തുടങ്ങുകയായി. അവളുടെ ശരീരത്തിന്റെയും ചെവിയുടെയും താളങ്ങൾക്ക് അപ്പോൾ പ്രത്യേകം ലയം വരും. ഭഗവത് മന്ദിരത്തിന്റെ വാതിലുകൾ തുറന്നു ആ വിശ്വവശ്യമായ കോമളരൂപം പുറത്തേക്കിറങ്ങി. സ്വാമി സമീപിക്കും തോറും ഗീതയുടെ ശിരസ് താഴേക്കാകും. മുൻകാലുകൾ ഏതാണ്ട് മുട്ടുമടക്കിയ മട്ടിലാകും. അതിനനുസരിച്ച് പിൻകാലുകളും വളയും. ഇപ്പോൾ ഗീതയ്ക്ക് പൊക്കം 2 അടി. പിന്നീട് തന്റെ ശരീരം 3 പ്രാവശ്യം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും. ഭഗവാനുള്ള അവളുടെ നമസ്കാരം. ബംഗാരൂ എന്ന വിളിയോടെ ഭഗവാൻ എന്തൊക്കെയോ അവളോട് സംസാരിക്കും. ഗീതയും എന്തൊക്കെയോ സ്വാമിയോട് പറയും. നമുക്ക് അവ്യക്തമായ ഭഗവാന്റെയും ഭക്തയുടെയും വ്യക്തമായ പ്രേമഭാഷ. അപ്പോഴേക്കും ഗീതയ്ക്കുള്ള ഭക്ഷണം എത്തിയിട്ടുണ്ടാവും. സ്വാമിയുടെ അകത്തെ തിരപ്പള്ളിയിൽ തയ്യാറാക്കിയ ചക്കര പൊങ്കൽ, ഭക്തജനങ്ങൾ സമർപ്പിച്ച പഴങ്ങൾ, അതിനു മുമ്പ് ഒരു ബക്കറ്റിൽ നിറയെ തീർത്ഥം. സ്വാമിയല്ലാതെ മറ്റാരും വായിൽ ഭക്ഷണം വെച്ചു കൊടുക്കുന്നത് ഗീതയ്ക്ക് ഇഷ്ടമല്ല. അത് കഴിഞ്ഞാൽ മെല്ലെ ഭഗവാൻ ദർശനത്തിനായി നീങ്ങും. അതോടെ കടുത്ത വിരഹദുഃഖം അവളെ നീറ്റാൻ തുടങ്ങും. കഴിയുന്നത്ര തന്റെ സമീപം സ്വാമിയെ നിർത്താൻ അവൾ പെടാപ്പാട് പെടും. പക്ഷെ അതിനും പരിധിയുണ്ടല്ലോ. ഹാളിൽ നിറഞ്ഞിരിക്കുന്ന ഭക്തജനങ്ങളെയും ഭഗവാനെ കാണണ്ടേ, ആശ്വസിപ്പിക്കണ്ടേ. ഭഗവാന് സായി ഗീത മാല ചാർത്തി തുടങ്ങിയതിന്റെ പിന്നിലും ഭഗവാന്റെ അപാര കൃപയുടെ കുത്തൊഴുക്ക് കാണാം. ആദ്യകാലങ്ങളിൽ ഗീതയ്ക്ക് സ്വാമിയെ പൂമാല അണിയിക്കുക അതീവ ക്ലേശകരമായിരുന്നു. തന്റെ പുത്രിക്ക് ഭഗവത് സേവ ചെയ്യാനുള്ള സുഹൃതമുണ്ടാക്കാനായി സായി മാതാവ് തന്നെ അതിനുള്ള വഴി കണ്ടെത്തി. സ്വാമി പാപ്പാന്മാർക്ക് നിർദ്ദേശം കൊടുത്തു. ചിത്രാവതിയിലേക്ക് ഗീതയുമായി പോകുമ്പോൾ കുട്ടികളെയും കൂടെ കൊണ്ടുപോവുക. ചിത്രാവതി തീരത്ത് 10 ചെറിയ കുഴികൾ എടുക്കണം. ഓരോന്നിന്റെയും ആഴം വ്യത്യസ്തമായിരിക്കണം. അതിനുശേഷം ഒരു കുട്ടി കുഴിയിലിറങ്ങണം. അയാളുടെ തല 2 അടിയെ പുറത്ത് കാണാനാവൂ. അടുത്തയാൾ കുഴിയിലിറങ്ങുമ്പോൾ 3 അടി പൊക്കം വേണം. ഇങ്ങനെ ക്രമത്തിൽ ഉയർന്നിരിക്കണം. ആദ്യം 2 അടിക്കാരന്റെ കഴുത്തിൽ ഗീതയെ കൊണ്ട് മാലയിടിക്കുക. അത് ഉറച്ചു കഴിഞ്ഞാൽ അടുത്തയാള്. ഇങ്ങനെ ഓരോ പൂമാല ഇടുമ്പോഴും ഓരോ ഏത്തപ്പഴം ഗീതയ്ക്ക് കൊടുക്കണം. പ്രോത്സാഹന സമ്മാനം. ഭഗവാന്റെ കൽപ്പന അക്ഷരം പ്രതി പാപ്പാന്മാർ അനുസരിച്ചു. സ്വാമിയുടെ കൽപ്പനയാണെന്ന് മനസ്സിലായതോടെ ഗീത മാല ഉയർത്തി ഇടാൻ കഠിനമായി പരിശ്രമിച്ചു. കുട്ടികൾ അക്ഷരമാല പഠിക്കാൻ വിഷമിക്കുന്ന അതേ വിഷമം ഗീതയും അനുഭവിച്ചു. പക്ഷെ മടുക്കാതെ ഗീത ശ്രമം തുടർന്നു. താമസിയാതെ അവൾക്കത് വഴങ്ങി. അതിനുശേഷം അവൾ ഭഗവാനെ മാല അണിയിച്ചു. ബംഗാരു, സ്വാമി പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ സ്വാമിയെ അനായാസം മാല അണിയിക്കാനുള്ള കഴിവ് അവൾ നേടി. ആലോചിച്ചു നോക്കൂ. തിര്യഗ്യോനിയിൽ ജനിച്ച തന്നെ സ്നേഹിക്കുന്ന ഭക്തയ്ക്കായി, അവളുടെ ഉന്നമനത്തിനായി ഭഗവാൻ ചെലുത്തുന്ന ശ്രദ്ധ.
ഈശ്വരാരാധനയ്ക്കുള്ള അവസരവും കഴിവും ഭഗവാൻ തന്നെ സമ്മാനിക്കുന്നു. എന്നിട്ട് അത് സ്വീകരിച്ച് ഭക്തയെ അനുഗ്രഹിക്കുന്നു. ഭക്തി ഭഗവാനോടുള്ള ആസക്തിയാണ്. മയ്യാസക്ത മന പ്രാർത്ഥ. വിഷയാസക്തന് ഭൗതിക സുഖം ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ദുഃഖത്തിന്റെ എത്രയോ ഇരട്ടി നമ്പരമാണ് ഭഗവത് സന്നിധിയിൽ നിന്നും അകലുമ്പോൾ ഭക്തഹൃദയം അനുഭവിക്കുന്നത്. ഉത്തമ ഭക്തന്മാരുടെ ചരിതങ്ങളിൽ നമുക്കത് സ്പഷ്ടമായി കാണാം. ആ വ്യാകുലതയുടെ ചൂടേറ്റാണ് ഭഗവത് ഹൃദയം ഉരുകുന്നതും. ഗീതയ്ക്കും സായി സാമീപ്യം കുറയുന്നത് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. തന്റെ ശരീരത്തിന്റെ അതിഭയങ്കരമായ പരിമിതികളിൽപ്പെട്ട് ആ ഭക്ത പിടയ്ക്കും. ഉത്കടമായ വ്യാകുലഭാവം ആ പാവം ആന എങ്ങനെ അറിയിക്കാനാണ്? പക്ഷേ ഭഗവാന് ആ ഭാഷ അറിയാൻ എന്ത് വിഷമം. ഓം തത് സത്.